അന്ന് LDF-ന്റെ സമയത്ത് തന്നെ നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിരുന്നത് PMC-ന്ന് പിന്മാറിയാൽ അല്ലെങ്കിൽ PMC ഒപ്പിട്ടില്ലെങ്കിൽ മറ്റ് ഫണ്ടുകളെ കൂടി ബാധിക്കുമെന്നാണ്. അപ്പൊ ആ കാര്യത്തിൽ അന്ന് ഇത് LDF-ന് ബോധ്യമില്ലായിരുന്നു, അതോ MP പറഞ്ഞ പോലെ ഈ പാർലമെന്റിലെ ഈ പോരാട്ടത്തിനായിട്ട് ഇത് മാറ്റിയാണെന്നാണ് പറയുന്നത്? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ആ കാരണം എന്ന് വെച്ചാൽ ആ മറ്റ് ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ നിലപാട്. ആ ഫണ്ടുകളുമായിട്ട് കൂച്ചിക്കെട്ടാൻ ശ്രമിച്ചപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. ആ ബുദ്ധിമുട്ടിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു MOU-യിലേക്ക് പോയത്. പക്ഷേ ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ ദിവസം വന്ന ഉത്തരത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് നല്ലൊരു കേസുണ്ട്. അത് കേരളത്തിലെ LDF-നും UDF-നും സംയുക്തമായിട്ട് വേണമെങ്കിൽ പോരടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അവർ വരട്ടെ, ആ 19 MP-മാർ ഇങ്ങോട്ട് വരട്ടെ, പിന്നെ അതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് വരട്ടെ. അവർ ബോയ്ക്കോട്ട് ചെയ്തതുപോലെ ഞങ്ങൾ ബോയ്ക്കോട്ടും ഇല്ല. ഞങ്ങൾ എവിടെയും പോയി സമരം ചെയ്യാൻ തയ്യാറാണ് അവരുടെ കൂടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെ ഞങ്ങൾ ഈ പറയും. എന്താ കാരണം, ഈ ഉത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, PMC-യുടെ ഭാഗമാകുന്നില്ലെങ്കിൽ MOU-ൽ നിന്ന് പിൻവലിച്ചാൽ. എന്താ കാരണം, ഈ PMC-ന് നമുക്കൊരു ഫണ്ട് കിട്ടില്ല. എന്താ കാരണം, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അനന്തര നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഈ JB മേത്തറിനും അതുപോലെ തന്നെ അബ്ദുൽ വഹാബിനും കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതായത് അടുത്ത സ്റ്റെപ്പ് എടുക്കണമെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നൊരു വാക്കുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ പിടിക്കണം. അത് നിയമപരമായിട്ടും ഭരണപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും UDF ഗവൺമെന്റിന് കൂടെ നിൽക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവർ ചെയ്ത പോലത്തെ വൃത്തികേട് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ അചഞ്ചലമായി നിൽക്കും. എല്ലാ ഫണ്ടുകളും കിട്ടുന്നതിന് വേണ്ടി, കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ടുകൾ കിട്ടുന്നതിന് വേണ്ടി BD സതീശനൊപ്പം ഞങ്ങൾ ഡൽഹി നഗരത്തില്, ഡൽഹി തെരുവില് എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ അദ്ദേഹം വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ അല്പനേരം ഇരുന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് പോയ പോലെയല്ല. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം, എത്ര ദിവസം വേണം. ജന്തർ സമരത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ MP-മാർ എത്രയോ ദിവസം ഇരുന്നു. എൻ്റെ ശബ്ദം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം. നമ്മുടെ കോക്രോച്ചുമാർക്ക് ഇവിടെ ജന്തർ മന്ദിറിൽ ഇത്രയും ദിവസം ഐതിഹാസികമായി സമരം നടത്താൻ പറ്റുമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇവരൊക്കെ നല്ല ഊശ്വരന്മാരായിട്ടുള്ള സമര യോദ്ധാക്കളാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ സമരത്തിലൂടെ വളർന്നു വന്നവരല്ലേ. വരട്ടെ ഇങ്ങോട്ട്. നമുക്ക് രാഹുൽ ഗാന്ധിയെ വിളിക്കാം, നമുക്ക് MA വിളിക്കാം, D രാജനെ വിളിക്കാം, നമുക്ക് ദിബങ്കറിനെ വിളിക്കാം, മറ്റ് കക്ഷികളെ ഞാൻ സംഘടിപ്പിക്കാം. സമാജ്വാദി പാർട്ടി, RJD ഉൾപ്പെടെ എന്തിന് ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ വിളിക്കാം. ഇന്ത്യ അലയൻസിൽ നിന്ന് തെന്നിമാറിയിട്ടുള്ള DMK ഞാൻ കൊണ്ടുവരാം. ഞാനിത് വെറുതെ പറയണമല്ല. അവരൊക്കെ നമുക്ക് ബന്ധമുണ്ടെന്നുള്ള അറിയാലോ. കൊണ്ടുവരാം, അവരെ കൊണ്ടുവരാം. സംയുക്തമായിട്ടൊരു മുന്നേറ്റമാക്കി ഇത് മാറ്റാം. മറിച്ച് പരിഹാസ്യമാകുന്ന വഞ്ചനാപരമായിട്ടുള്ള ഇളഭ്യത അവർ എങ്ങനെ എവിടെ കൊണ്ട് മറച്ചു. അതുകൊണ്ട് ഇനിയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പൊതുസമൂഹത്തോട് നിർവ്യാജം മാപ്പ് പറയുക. നമ്മുടെ പാവപ്പെട്ട ശിവൻകുട്ടി സമീപകാല ചരിത്രത്തിൽ മികച്ചൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എന്തോടാ മറ്റേ ശിവൻകുട്ടിക്കുണ്ടായിരുന്ന ഒരു പേര്, മന്ത്രി അപ്പൂപ്പൻ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്പന്ദനം ഏറ്റുവാങ്ങിയ സ്നേഹധനായ ഒരു വിദ്യാഭ്യാസ മന്ത്രിയില്ലേ. ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഇവരെല്ലാം കൂടിയിട്ട് വേട്ടയാടിയില്ലേ. എന്നിട്ട് ആ വിദ്യാഭ്യാസ മന്ത്രിയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇവര് എടുത്തുപയോഗിച്ച ആയുധം അതിലല്ലേ ഇപ്പോൾ അവര് കുടുങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ കേരള സമൂഹം പൊറുക്കില്ല. ഓക്കെ, ശരി. ഈ എഥനോൾ പെട്രോൾ വിഷയം പലരും മറുപടി കൊടുക്കുന്നുണ്ട്. ആ വിഷയത്തെ എങ്ങനെ കാണും? അതൊരു സീരിയസ്, വളരെ ഗൗരവമായ വിഷയമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ ചിലപ്പോൾ പരസ്പര വിരുദ്ധമാണ്. അതായത് യഥാർത്ഥത്തിൽ എനിക്ക് ബലമായി സംശയിച്ചാൽ ഈ സർക്കാർ ഈ ജന്തർ മന്ദിർ സമരത്തോട് കൂടിയിട്ട് താളം തെറ്റിയിരിക്കുക. ഇപ്പൊ എത്രയോളം എന്ന് പറഞ്ഞാൽ വലിയ വിഷയം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ തട്ടിപ്പുണ്ട്. ഞാനിത് തുടക്കം പോലെ ഇട്ടോണ്ടിരിക്കുന്നു. അതായത് FCI സംഭരിക്കുന്ന അരിയുണ്ടല്ലോ, അതിനുവേണ്ടി മുടക്കുന്ന തുകയേക്കാളും ചെറിയ തുകയ്ക്കാണ് ഇവർക്ക് എത്രയോളം ഉണ്ടാക്കാൻ വേണ്ടി അരി കൊടുക്കുന്നത്. കേരള ഗവൺമെന്റ് കുറച്ച് അരി തരണേ ഞങ്ങളുടെ റേഷൻ കാർഡ് ഉടമകൾക്ക് തരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ കയറി നടക്കുമ്പോൾ അരിയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ അരി ഈ വ്യവസായികൾക്ക് കൈമാറിയതാണ് ഇവര്. അപ്പൊ ഇത് ചെറുതല്ല. നമ്മുടെ വാഹന ഉടമകളോട് ചെയ്തിട്ടുള്ള ചതി, അവരുടെ ഇന്ധന എഫിഷ്യൻസിയിൽ വന്നിട്ടുള്ള മാറ്റം, അവരുടെ
വാഹനങ്ങളുടെ കേടുപാടുകളുടെ പ്രശ്നം വലിയ കൊള്ളലാഭം നേടുന്ന സ്വകാര്യ കമ്പനികൾ മന്ത്രിമാരുടെ ഒത്താശയോടെ അതിനപ്പുറം ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കുന്ന അവരുടെ വയറ്റത്തടിക്കുന്ന തീരുമാനങ്ങൾ. ആ കുംഭകോണം എന്ന് പറയുന്നത് വലിയ ബഹുമുഖമായ ഒരു കുംഭകോണം.